ഇടതുമുന്നണിയുടെ നെഞ്ചു തകർത്ത പരാജയത്തിൽ നിന്ന് കരകയറാൻ അടിത്തട്ടിൽ നിന്ന് തിരുത്തൽ തുടങ്ങണമെന്ന് CPM-ലെ രണ്ടാം നിര. വിമർശനങ്ങളെ മുൻവിധിയില്ലാതെ സമീപിക്കണം. പതിവ് ശൈലിയിലെ വിലയിരുത്തൽ പറ്റില്ലെന്നും നേതാക്കൾ തുറന്നു പറഞ്ഞു. നിർഭയം അഭിപ്രായം പറയാനുള്ള അവസരം സഖാക്കൾക്ക് ഒരുക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചു. CPI നേതൃത്വത്തിനെതിരെയും സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. വോട്ടിന്റെ ശതമാനക്കണക്ക് പറഞ്ഞ് തോൽവിയെ ജയമാക്കി മാറ്റുന്ന പതിവ് രീതി വേണ്ടെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ യുവനേതാക്കൾ ഇന്നലെ പറഞ്ഞത്. മറയില്ലാതെ സംസാരിക്കാനും മുൻവിധിയില്ലാതെ കേൾക്കാനും നേതൃത്വം തയ്യാറാകണം. യുവനേതാക്കളുടെ നിരയാണ് തിരുത്തൽ പ്രക്രിയ എങ്ങനെ വേണമെന്ന നിർദ്ദേശം പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ വെച്ചത്. ബ്രാഞ്ച് തലം മുതൽ അഭിപ്രായ രൂപീകരണം നടത്തണം. വിമർശനങ്ങളെ മുൻവിധിയില്ലാതെ സമീപിക്കണം. പാർട്ടി അടിത്തറയ്ക്ക് കോട്ടം തട്ടിയില്ലെന്ന പതിവ് വിലയിരുത്തൽ വേണ്ട. കണക്ക് മാത്രം നോക്കിപ്പോകൽ നടക്കില്ലെന്നും ചില അംഗങ്ങൾ പറഞ്ഞു. അസാധാരണമായ തോൽവിക്ക് അസാധാരണമായ പരിശോധന ഉണ്ടാകുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. അസാധാരണമായ തരത്തിൽ സംഘടന ഒട്ടാകെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പല തലങ്ങളിൽ യോഗം ചേരാൻ പോവുകയാണ്. പൂർവാധികം ശക്തിയോടുകൂടി പാർട്ടിയും LDF-ഉം കേരളത്തിൽ തിരിച്ചു. കനത്ത തോൽവിക്ക് പിന്നാലെ CPI-യിൽ വലിയ പൊട്ടിത്തെറിക്ക് കളമൊരുങ്ങിയിട്ടുണ്ട്. ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറണമെന്നും ചടയമംഗലത്തെയും ചാത്തന്നൂരിലെയും തോൽവിക്ക് കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ വീഴ്ചയാണെന്നും പാർട്ടി അണികൾ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കുന്നുണ്ട്. പ്രകാശ് ബാബു സംസ്ഥാന സെക്രട്ടറിയായി വരണമെന്ന ആവശ്യമാണ് ഒരു കൂട്ടർ ഉന്നയിക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.